നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളം. ഒരു പെൺകുട്ടി, ഒരു ലിപ്സ്റ്റിക് ബ്രാൻഡ്, ഒരു സോഷ്യൽ മീഡിയ ഫോളോയിങ്, പിന്നെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ബിസിനസ് എംപയർ. ഇന്ന് ഓഗസ്റ്റ് 10 വെറും ഒരു സെലിബ്രിറ്റിയുടെ പിറന്നാൾ മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ തന്റെ പേരിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റിയ കൈലി ജെന്നറിന്റെ പിറന്നാൾ കൂടിയാണ്. 1997 ഓഗസ്റ്റ് 10 ലോസ് ഏഞ്ചൽസിൽ ജനിച്ച കൈലി കർദാഷിയാൻ ജെന്നർ കുടുംബത്തിന്റെ റിയാലിറ്റി ഷോയിലൂടെ ചെറുപ്പത്തിൽ തന്നെ ലോക ശ്രദ്ധ നേടിയെങ്കിലും ആ ഫെയിമിനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയതാണ് അവളുടെ ഏറ്റവും വലിയ നേട്ടം. 2015 ഏകദേശം $2,50,000 നിക്ഷേപിച്ച് ആരംഭിച്ച കൈലി ലിപ് കിറ്റ്സ് മിനിറ്റുകൾക്കുള്ളിൽ വിറ്റ് തീർന്നതോടെ കൈലി കോസ്മെറ്റിക്സിന്റെ വിജയയാത്ര ആരംഭിച്ചു. സോഷ്യൽ മീഡിയയെ വെറും പോപ്പുലാരിറ്റിക്കായി ഉപയോഗിക്കാതെ മാർക്കറ്റിംഗ് പവറാക്കി മാറ്റിയ കൈലി തന്റെ പേഴ്സണൽ ബ്രാൻഡിനെ ബ്യൂട്ടി ബിസിനസ്സുമായി ചേർത്തു. പ്രോഡക്ട്സ്, പ്രൊമോഷൻസ്, സോഷ്യൽ മീഡിയ പ്രസൻസ്, അങ്ങനെ എല്ലാം ഒരേ ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ ഭാഗമായി. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അത് കോടികളുടെ ബിസിനസ്സായി വളർന്നു. 2019 വെറും 21-ാം വയസ്സിൽ ഈ ഫൈനാൻഷ്യൽ സക്സസിന്റെ അടിസ്ഥാനത്തിൽ ഫോർബ്സ് അവളെ ദി യങ്ങസ്റ്റ് സെൽഫ് മെയ്ഡ് ബില്യണിയർ എവർ എന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് ഫോർബ്സ് അവളുടെ സാമ്പത്തിക രേഖകൾ പുനഃപരിശോധിച്ച് ആ ബില്യണിയർ സ്റ്റാറ്റസ് ഒക്കെ പിൻവലിച്ചെങ്കിലും കൈലിയുടെ ഓൺടർപ്രണറിയൽ ജേർണി ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു സക്സസ് സ്റ്റോറിയായി ഇപ്പോഴും തുടരുന്നു. അതേ വർഷം കൈലി കോസ്മെറ്റിക്സിന്റെ 51% സ്റ്റേക്സ് ഏകദേശം $600 മില്യൺ സ്വന്തമാക്കിയതും അവളുടെ ബിസിനസ് ജേർണിയിലെ വലിയ മൈൽ സ്റ്റോൺ ആയിരുന്നു. എന്നാൽ കൈലിയുടെ കഥയെ വെറും 21-ാം വയസ്സിൽ ബില്യണിയർ എന്ന ഹെഡ്ലൈനിൽ ഒതുക്കാൻ കഴിയില്ല. അവൾക്ക് ഫെയിമും ഫാമിലി നെറ്റ്വർക്കും വലിയ സോഷ്യൽ മീഡിയ ഓഡിയൻസും അങ്ങനെ തുടങ്ങിയ ശക്തമായ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ആ അവസരങ്ങളെ ഒരു സ്കെയിലബിൾ ബിസിനസ് ആക്കി മാറ്റിയ ഓൺടർപ്രണറിയൽ തിങ്കിങ് ആണ് ഈ കഥയെ ശ്രദ്ധേയമാക്കുന്നത്. ഇതാണ് ഇന്നത്തെ യുവതികൾക്ക് കൈലി ജെന്നറിന്റെ കഥ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. വിജയത്തിന് ഒരു ഫിക്സഡ് ഏജ് ഇല്ല. മറ്റൊരാളുടെ വഴിയിലൂടെ നടക്കേണ്ടതുമില്ല. നമുക്ക് ലഭിച്ച കഴിവുകളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെ സ്വന്തം സ്വപ്നങ്ങളിലേക്ക് മാറ്റുകയാണ് പ്രധാനം. 20-ാം വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്കും ലോകം മാറ്റാൻ കഴിയും. 30-ൽ തുടങ്ങുന്ന ഒരാൾക്കും കഴിയും. 40-ൽ തുടങ്ങുന്ന ഒരാൾക്കും കഴിയും. കാരണം സക്സസ് എന്നത് ഒരു പ്രായത്തിൽ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ അല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ ധൈര്യത്തോടെ പിന്തുടരുന്ന യാത്ര കൂടിയാണ്. പ്രായം സ്വപ്നങ്ങളുടെ പരിധിയല്ല. ഇന്ന് തുടങ്ങുന്ന ചെറിയൊരു ആശയം നാളെ ഏറ്റവും വലിയ വിജയകഥയായി മാറിയേക്കാം. സ്വപ്നങ്ങൾക്ക് പ്രായമില്ല, അവയെ യാഥാർത്ഥ്യമാക്കാനുള്ള ധൈര്യമാണ് വേണ്ടത്. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഡൽഹി സമരക്കാരെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അർദ്ധരാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന്. കുറ്റങ്ങൾ കലാപാഹ്വാനം, സ്ത്രീകളെ അപമാനിക്കൽ തുടങ്ങിയവ. അറസ്റ്റ് CPI നേതാവ് TT ജിസ്മോന്റെ പരാതിയിൽ. കണ്ണൂരിലെ ക്വട്ടേഷൻ തലവൻ ഇന്നലെ അറസ്റ്റിലായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ കുറ്റം ചുമത്തും. നിലവിലുള്ളത് 23 കേസുകൾ. കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച. ലോഡ്ജിൽ താങ്ങാൻ സഹായിച്ചവർ പോലീസ് നിരീക്ഷണത്തിൽ. ആയങ്കിയുടെ സോഷ്യൽ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് സംശയിക്കുന്ന വിഷ്ണു ഒളിവിൽ. നാളുകൾക്ക് ശേഷം അമിത്ഷാ ഇന്ന് പാർലമെന്റിലെത്തിയേക്കും. ജന്തർ മന്തർ പ്രക്ഷോഭത്തിന് നേരായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷം പ്രസ്താവന ആവശ്യപ്പെടും. സഭകൾ പ്രക്ഷുബ്ധമാകാൻ തന്നെ സാധ്യത. കേരളയെ കേരളമാക്കുന്ന ബില്ലും അവതരിപ്പിച്ചേക്കും. ഓഗസ്റ്റ് 12 വരെ സഭയിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് കോൺഗ്രസ് MP-മാർക്ക് വിപ്പ്. ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷികളോടും സഭയിലെത്തണമെന്ന് ആവശ്യം. മുതലപ്പുഴയിലെ ഷിജനും പുല്ലുവിളയിലെ ജോണും
നീണ്ടകരയിലെ ഗൗതവും കടലിൽ വീണിട്ട് ഇന്ന് 11 ദിവസം. തെരച്ചിൽ ഇന്നും തുടരും. നേവിയും സ്കൂബ ഡൈവിംഗ് സംഘവും രംഗത്ത്. കോസ്റ്റ് ഗാർഡും തെരച്ചിലിന്. പള്ളിയുടെ പേരിൽ വിശ്വാസികൾ തമ്മിൽ തല്ലിയ പിറമാടം പള്ളിയിൽ സമവായം ശ്രമം തുടങ്ങി. പള്ളി അതീവ സുരക്ഷയിൽ. മുതിർന്ന വൈദികരുമായി ചർച്ച നടത്താൻ പോലീസ് നീക്കം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ വഴങ്ങുമോ എന്നത് നിർണായകം. ബിജെപി കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ചർച്ചയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും വിലയിരുത്തലും ചർച്ച ചെയ്യാൻ അജണ്ട. സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളിൽ തുടർ സമര പരിപാടികളും ആലോചിക്കും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സമരം ശക്തമാക്കുന്നു. അധ്യാപകരാകാൻ കൊതിച്ചു പഠിച്ചവർ ഇന്ന് ചിത ഒരുക്കി പ്രതിഷേധിക്കും. സമരസമിതി നേതാവ് വളർമതി നിരാഹാരവും തുടരുന്നു. പിന്തുണയുമായി പ്രതിപക്ഷ യുവജന സംഘടനകളും രംഗത്ത്. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിൽ ഇനി വാർത്തകൾ വിശദമായി. ചില്ലറക്കാരനല്ല ആയെങ്കി കാപ്പ ചുമത്തും. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നടപടി തുടങ്ങി. ഇയാൾക്കെതിരെ 23 കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആയങ്കി കണ്ണൂരിലെത്തിയതെന്നും ഇയാൾക്ക് ലോഡ്ജിൽ താമസിക്കാൻ ചിലർ സഹായം ചെയ്തുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർജുൻ ആയങ്കിയെ സഹായിച്ചവർക്കായും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം ആയങ്കിയുടെ FB പേജ് കൈകാര്യം ചെയ്തിരുന്നതായി കരുതുന്ന വിഷ്ണുവും ഒളിവിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, ഇന്നലെ പുലർച്ചെ 2:30 ഇദ്ദേഹം അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ നല്ല രീതിക്കുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു. നാടകീയമായാണ് പിടികൂടാൻ ഇടയായത്. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സാറ, അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതായത് ബുധനാഴ്ചയാണ് അർജുൻ ആയങ്കി കണ്ണൂരിലെത്തുന്നത്. പിന്നീട് വ്യാഴാഴ്ച മുഴുവൻ സുഹൃത്ത് പ്രണവും അതുപോലെ തന്നെ കുട്ടൻ ഇവർക്ക് ഒപ്പം കാറിനകത്ത് തന്നെ ഇരിക്കുന്നു. ഇവർ സോളാർ ഇൻസ്റ്റലേഷൻ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ 3 ഇടങ്ങളിലായി ഇവർ ഈ ഒരു ജോലി സ്ഥലത്തെത്തുമ്പോഴും അർജുൻ ആയങ്കി അവരുടെ കാറിന് അകത്തുണ്ടായിരുന്നു. അതായത് നഗരത്തിനോട് തൊട്ട് കുട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു അർജുൻ ആയങ്കി ഉണ്ടായിരുന്നത്. പോലീസ് നാടുനീളെ അർജുൻ ആയങ്കിക്കായി പരിശോധന നടത്തുമ്പോഴും കാറിനകത്ത് കുട്ടന്റെയും അതുപോലെ തന്നെ പ്രണവിന്റെയും കാറിനകത്ത് സുരക്ഷിതമായിരിക്കുകയായിരുന്നു. പിന്നീട് വ്യാഴാഴ്ച മുഴുവൻ ഇങ്ങനെ ഇരുന്ന് വ്യാഴാഴ്ച രാത്രിയോടുകൂടി തളിപ്പറമ്പിലെ ലോഡ്ജിലെത്തുന്നു. വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ച ഉച്ചവരെയും ഇതേ ലോഡ്ജിനകത്ത് ഈ അർജുൻ ആയങ്കി കഴിയുന്നു. ഇതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ വിവരം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രണവ് എന്ന് പറയുന്ന ഇയാളുടെ സുഹൃത്ത്, അതോടൊപ്പം വിഷ്ണു എന്ന് പറയുന്ന സുഹൃത്ത്, ഇവർ രണ്ടുപേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതിൽ വിഷ്ണു ആണ് ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടാൻ കൂടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം പ്രണവും ഇത്തരത്തിൽ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ പിടികൂടാനുണ്ട്. അതിൽ പ്രണവ് കസ്റ്റഡിയിലായതായൊക്കെ സൂചനയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ പാർട്ടി ഗ്രാമങ്ങളിലെത്തി അവിടെ അഭയം പ്രാപിക്കാനായിരുന്നു അർജുൻ ആയങ്കി ആദ്യം ശ്രമിച്ചത്. പക്ഷേ അതേ ദിവസം തന്നെ ഉന്നത നേതാക്കൾ, അതായത് MV ഗോവിന്ദനും MV ജയരാജനും പിണറായി വിജയനും മുതിർന്ന നേതാക്കൾ അർജുൻ ആയങ്കിയെ തള്ളിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടി പാർട്ടി ഗ്രാമങ്ങൾ അർജുൻ ആയങ്കിയെ പൂർണ്ണമായും കഴിയൊഴിയുന്നു. അങ്ങനെയാണ് പിന്നീട് തളിപ്പറമ്പിലെ ലോഡ്ജിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം ഇയാൾക്കുണ്ടാകുന്നത്. ഏതായാലും ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ
ഇത്തരത്തിൽ കാറുകൾ മാറി മാറി നൽകി യാത്ര ചെയ്യാൻ സഹായിച്ചവർ, ഇവരെല്ലാം പിടികൂടാൻ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലെ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്ന നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇയാളുടെ കേസ് ഹിസ്റ്ററികൾ അത് കൃത്യമായി പുറത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ 23 കേസുകൾ, 2 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 23 കേസുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാപ്പ ചുമത്താനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനിടയിൽ തന്നെ കോതമംഗലത്തും ഊന്നുകല്ലും ഈ 2 പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളിൽ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി പ്രൊഡക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. എന്തായാലും കാപ്പ ഉടനെ ചുമത്തിയേക്കും. അത്തരം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. മറ്റ് 2 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ 2 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളും ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും നിലവിൽ തലശ്ശേരി സബ് ജയിലിലാണ് കണ്ണൂർ ഈ അർജുൻ ആയങ്കിയുള്ളത്. ഏതായാലും ഇയാൾ അടുത്തെങ്ങും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായി പൂട്ടിടാൻ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. സാർ, ഒപ്പം ബൈജു, ഇയാളിപ്പോൾ റിമാൻഡിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമോ? തീർച്ചയായും അത് അഭിഭാഷകർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കണ്ണൂർ സൈബർ ക്രൈം ചെയ്ത കേസിൽ ജാമ്യാപേക്ഷ നൽകാത്തതിനെ തുടർന്നാണ് ഇയാൾ റിമാൻഡിലാകുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ആയിരിക്കുന്നത്. അതിൽ പ്രധാനമായ കാരണം മറ്റ് 2 കേസുകളിൽ കൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കോതമംഗലം CI അതുപോലെ തന്നെ ഊന്നുകൽ CI, ഈ 2 CIമാർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസാണ്. അങ്ങനെ ഒന്നിച്ച് ഈ എല്ലാ കേസുകൾക്കും ജാമ്യാപേക്ഷ നൽകാനാണ് അഭിഭാഷകരുടെ നീക്കം. പക്ഷേ അത് കൃത്യമായി തടയിട്ടുകൊണ്ട് ഈ കേസുകളിലെല്ലാം ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാപ്പ ചുമത്തുക, ഇയാളെ ജയിലിലേക്ക് കുറെ കാലമായുള്ള ജയിലിലേക്ക് അടക്കുക, അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് 6 മാസത്തിനകം ഇയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ്, പരാതി ഉള്ള ക്രിമിനൽ കേസ് ഉണ്ടാകണം. അതോടൊപ്പം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കണം. ഇത് കൃത്യമായി ഇയാളുടെ ഈ കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ വെക്കുക, അതല്ലെങ്കിൽ നാട് കടത്തുക. ഇതാണ് 2 വഴികളുള്ളത്. അതിൽ കരുതൽ തടങ്കലിൽ വെക്കുക എന്ന ഒരു നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം നടപടികൾ അത് പോലീസ് മേധാവിമാരാണ് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അങ്ങനെ ജില്ലാ കലക്ടർമാരാണ് ഇതിൽ ഒരു അനുമതി നൽകേണ്ടത്. ആ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളെ പിടികൂടാനുണ്ട്. കാരണം കൊട്ടേഷൻ ടീം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കോഴിക്കോട് ഇയാൾക്ക് ജാമ്യം എടുക്കാൻ വന്നത് ഗുണ്ടാ ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഇയാളുമായി കൃത്യമായി ഇടപാടുള്ള, ഇയാളെ സഹായിക്കുന്ന, പണമായും വാഹനമായും ഒളിവിൽ കഴിയാനും ഒക്കെയായി സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെല്ലാം വലിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാംഗങ്ങളും മറ്റുമാണ്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇയാൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം കൃത്യമായി വാഹനങ്ങൾ ഏർപ്പെടുത്തി വാഹനത്തിന്റെ അകത്ത് ഇരുത്തി ഒളിവിൽ കഴിയാൻ സഹായിച്ചു. പിന്നീട് തളിപ്പറമ്പിൽ കൊണ്ട് അവിടെ ഒരു ലോഡ്ജിൽ എത്തിക്കാൻ സഹായിച്ചു. ഈ 2 പേർ, പ്രണവും കൂട്ടരും, ഇവരെ പിടികൂടേണ്ടതുണ്ട്. CPM ഇയാളെ തള്ളി പറഞ്ഞിരുന്നു. എന്നാലും ഇന്നലെ ADGPയുടെ ഭാഗത്തു നിന്ന് സ്പോൺസർമാർ എന്നൊരു പദം വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും നിരീക്ഷണത്തിലുണ്ടോ? തീർച്ചയായും അത് പോലീസിന്റെ നിർണായക നീക്കങ്ങൾ, അങ്ങനെ ഒരു നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതായത് ഇയാൾക്ക് പണം എത്തിച്ചു കൊടുക്കുക, മാത്രമല്ല ഇയാൾ ആർക്കു വേണ്ടിയാണോ ഇങ്ങനെ വഴിവിട്ട അല്ലെങ്കിൽ പോലീസിന്റെ നിയമവാഴ്ചയൊക്കെ വെല്ലുവിളിക്കുന്ന ഈ കാര്യങ്ങൾ നടത്തിയത്, അത് പോലീസ് കേന്ദ്രീകരിച്ച് നടത്തുന്നു. പക്ഷേ അതിനെല്ലാം അവരിലേക്ക് എത്തണമെങ്കിൽ ഇയാളുടെ മൊബൈൽ ഫോൺ വളരെ പ്രധാനമാണ്. ആ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു മൊബൈൽ ഫോൺ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതിയിൽ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടുള്ളത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മൊബൈൽ ഫോൺ ലഭിച്ചാൽ മാത്രമേ അത്തരം ഉന്നത കേന്ദ്രങ്ങളിലേക്ക് എത്തും. കാരണം ഇയാൾക്ക് ഉന്നതമായ ബന്ധമുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം 23 കേസുള്ള ഒരാൾ കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ നിരന്തരം പാർട്ടി പ്രതിരോധത്തിലാകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടപെടൽ, അതോടൊപ്പം ഒരു ഭാഗത്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അത് കൊട്ടേഷൻ ആകട്ടെ അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പെടുന്ന സാഹചര്യം, അങ്ങനെ ഇയാളെ കൃത്യമായി സഹായിക്കുന്ന പാർട്ടി ഉന്നത കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ, ഇതൊക്കെ ഇതിൽ പല തെളിവുകളും ഇയാൾ നേരത്തെ തന്നെ നശിപ്പിച്ചിരുന്നു. ഈ ഫോൺ ഇയാളുടെ കയ്യിലില്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. കാരണം പോലീസ് പിടികൂടുന്ന ഇയാൾക്ക് കൃത്യമായി അറിയാം. വെല്ലുവിളിച്ച് പരിഹസിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇയാൾ ഇത്തരം തെളിവുകളെല്ലാം കൃത്യമായി അത് മറച്ചു വെച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ അങ്ങനെ നിർണായകമായ വിവരങ്ങൾ
വിവരങ്ങൾ പോലീസിന് ലഭിക്കും. അതും പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇയാൾ പോലീസ് ഫോൺ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസിന് പ്രധാനമായ ശ്രമം. അതിന് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ ഇന്ന് നൽകിയേക്കാം. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇയാളുടെ മൊബൈൽ ഫോൺ കണ്ടെത്തും. മാത്രമല്ല കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യും. ആരൊക്കെ ഇയാളുടെ സംഘത്തിലുണ്ട്, ഇയാൾ ഏറ്റവും ഒടുവിലായി 5-ാം തീയതി വന്നപ്പോൾ ഈ ഇയാളുടെ നീക്കങ്ങളിൽ മറ്റ് സഹായം ചെയ്ത ആളുകളുണ്ടോ എന്നതൊക്കെ പോലീസിന് അന്വേഷിക്കേണ്ടത്. നിലവിൽ ഈ പ്രണവും കുട്ടനെയാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടത്. കാരണം ഇവരുടെ വാഹനത്തിൽ ഒരു ദിവസം മുഴുവൻ അർജുൻ ആയങ്കി കഴിയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ ഒളിവിൽ പോയതിനു ശേഷം ഇയാളെ വാഹനത്തിൽ അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ച ആളുകൾ എന്തായാലും നിർണായക നീക്കം നടക്കും. ഇതിലൊരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പി വിജയൻ നമുക്കറിയാം കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത്. വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ ഇന്ന് തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷപരവും അധിക്ഷേപപരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിലാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്ത് നിന്നും വി അരുണാണ് നമ്മളുമായി കേസിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദകരമായ പോസ്റ്റുകളൊക്കെ ടി.ജി. മോഹൻദാസ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ ഇന്ന് ഹാജരാക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? സിറ, ഇന്നലെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയെടുത്ത ടി.ജി. മോഹൻദാസിനെ രാത്രി പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് സൈബർ പോലീസിന്റെ ആസ്ഥാനത്ത് എത്തിച്ചു. CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം മാത്രം പറയാൻ കഴിയില്ല, തീർത്തും നിന്ദ്യമായ പരാമർശം RSS സൈദ്ധാന്തികൻ എന്ന് അറിയപ്പെടുന്ന ആ ലേബൽ അറിയപ്പെടുന്ന ടി.ജി. മോഹൻദാസ് നടത്തിയത്. ജന്തർ മന്ദർ സമരത്തിൽ അവിടെ നടക്കുമ്പോൾ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കണം, ജനക്കൂട്ടത്തോട് 3 തവണ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും, പിന്നെ ഞാൻ വെടിവെക്കും, ചിലർ മരിക്കും, ചിലർ രക്ഷപ്പെടും, ചിലർക്ക് പരിക്കേൽക്കും, 4 മണിക്കൂറിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാകും, മൃതദേഹങ്ങൾ ശേഖരിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇതായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ ഒരു പരാമർശം. മറ്റൊന്ന്, പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യണമെന്ന പരസ്യമായി ആഹ്വാനം നൽകുന്ന പരാമർശവും അയാളിൽ നിന്നുണ്ടായി. ഇതിലാണ് നേരത്തെ ടി.ജി. മോഹൻദാസിന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ആദ്യം പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ, കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് പോലീസ് പരിശോധനയ്ക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. സൈബർ സെൽ IG P. പ്രകാശിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അതിന്റെ അന്വേഷണത്തിലാണ് ഒടുവിലാണ് ഇയാൾക്കെതിരെ FIR ചാർജ് ചെയ്ത്. AYF-ഉം SFI-യും യൂത്ത് കോൺഗ്രസും കേരള വനിതാ കമ്മീഷനുമൊക്കെ പോലീസിൽ പലതരത്തിൽ പരാതി നൽകിയിരുന്നു. RSSന്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തികരിൽ ഒരാളാണ് മോഹൻദാസ്. കലാപാഹാരം അടക്കമുള്ള വകുപ്പുകളാണ് ആദ്യം ചുമത്തിയത്. പിന്നീട് ഇപ്പോൾ കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ചുമത്തി. നേരത്തെ സൈബർ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് BNS 192, 353(1), IT ആക്ട്, കേരള പോലീസ് ആക്ട് 120 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ്. കലാപം ഉണ്ടാക്കാനുള്ള പ്രേരണ, പൊതുസമാധാനം തകർക്കുന്ന പ്രസ്താവനകൾ തുടങ്ങിയവയായിരുന്നു ആദ്യം ചുമത്തിയത്. സ്ത്രീത്വത്തെ അവഹേളിച്ച, അപമാനിച്ച, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം നൽകിയ മോഹൻദാസിനെതിരെ അത്തരം വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നു. ഇന്നലെ അയാൾ ഇവിടെ കൊണ്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ച ശേഷം ആ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. BNS പുതിയൊരു വകുപ്പ് കൂടി അതിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീകളെ അപമാനിച്ചു എന്ന തരത്തിലുള്ള വകുപ്പ് കൂടി BNS 79 കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാകും റിമാൻഡ് റിപ്പോർട്ടും മറ്റും തയ്യാറാക്കുക. ഏതായാലും മോഹൻദാസിനെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞിരുന്നു BJP. RSSും BJPയും ഒക്കെ മോഹൻദാസിന്റേത് BJPയുടെ RSSന്റെ നിലപാടല്ല എന്ന് വ്യക്തമാക്കി തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ അറസ്റ്റ് വന്നതോടുകൂടി BJP അയാൾക്ക് സംരക്ഷണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത നടപടി എന്തിനെന്ന ചോദ്യവുമായി ഇന്നലെ BJPയുടെ വാർത്താക്കുറിപ്പ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തിറങ്ങിയിരുന്നു. സംസ്ഥാന കാര്യാലയത്തിലുള്ള വാർത്താക്കുറിപ്പിൽ തന്നെയാണ് ഇദ്ദേഹത്തെ അഡ്വക്കേറ്റ് സുരേഷാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹൻദാസിന്റെ അറസ്റ്റിൽ BJPയുടെ ആദ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. അറസ്റ്റ് വിവേചനപരമെന്നാണ് BJPയുടെ നിലപാട്. അവധി ദിവസം നോക്കി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തികച്ചും അപലപനീയമാണെന്നാണ് BJPയുടെ പരാമർശം.
പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലയിലെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും മതമൗലികവാദികളുടെ കൈയടിക്ക് വേണ്ടിയുമാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്ന ഒരു പരാമർശമാണ് ബിജെപിയുടെ വാർത്താക്കുറിപ്പുള്ളത്. അതായത് ടി ജി മോഹൻദാസിനെ ബിജെപി ഈ ഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഒടുവിൽ അറസ്റ്റിലേക്ക് പോകുമ്പോൾ ബിജെപി ടി ജി മോഹൻദാസിനെ പിന്തുണ നൽകുകയാണ്. അത് സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ അവധി ദിവസം ഒരു അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് ബിജെപിയുടെ ആരോപണം. ഏതായാലും ഇപ്പോൾ ഇയാളെ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ള സൈബർ പോലീസ് സ്റ്റേഷൻ ബിജെപി നേതാക്കളാരും എത്തിയിട്ടില്ല. നിലവിൽ മോഹൻദാസ് സൈബർ സ്റ്റേഷനുള്ളിലാണ്. 10 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്ന് കോടതി നടപടികളുടെ അടിസ്ഥാനത്തിലാകും മോഹൻദാസിന്റെ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി അരുൺ, അടുത്തൊരു വാർത്തയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തുടരാം. വി അരുണാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക് ഭവന്റെ നിർദ്ദേശമാണ് ഇതെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോപണം ലോക് ഭവൻ നിഷേധിച്ചു. ഇതോടെയാണ് സർക്കാർ കുരുക്കിലായത്. എന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തയ്യാറാക്കിയ പ്രോട്ടോകോളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ജില്ലകളിലും ഈ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാകും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി വി അരുണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ആലപിക്കണം എന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ അതിനെതിരെ സംസാരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? സർ, വി.ഡി. സതീശൻ സർക്കാരിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന്റെ സംസ്ഥാനത്ത് കാരണമായി. നേരത്തെ തന്നെ വി.ഡി. സതീശൻ സംഘപരിവാർ അനുകൂലി എന്ന വിമർശനം CPM അടക്കമുള്ള പാർട്ടികൾ, കോൺഗ്രസ് വിരുദ്ധ കക്ഷികളൊക്കെ ഉന്നയിക്കാറുണ്ട്. അതിനെ ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് അത്തരം ആരോപണങ്ങൾക്ക് ബലമകുന്ന തരത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം ആരോപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പൂർണ്ണമായും അതിനെ തള്ളിപ്പറഞ്ഞു. സർക്കാർ നിലപാടല്ല, രാജ്ഭവനാണ് ആ പ്രോട്ടോകോൾ തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് അത്തരത്തിൽ വന്ദേമാതരം ആലപിക്കേണ്ടി വന്നത്. ഏതായാലും വന്ദേമാതരത്തെ ദേശീയ ഗീതമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം അത് സംസ്ഥാന ഗീതത്തിന് ശേഷം അത് ആലപിക്കണം. അതിനുശേഷം മാത്രമേ ദേശീയ ഗാനമായ ജനഗണമനയിലേക്ക് വരേണ്ടതുള്ളൂ എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് നിയമം തന്നെ പാസാക്കിയിട്ടുമുണ്ട്. അതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം. വന്ദേമാതരത്തിന്റെ ആദ്യ 2 സ്റ്റാൻസ ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഒരു പ്രത്യേക മതത്തിന്റെ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങളാണ്. അത് എന്തിനെ മറ്റുള്ള മതസ്ഥർ ചൊല്ലണം ഒരു മതേതര രാജ്യത്ത് എന്ന ചോദ്യമാണ് BJP ഇതര കക്ഷികൾ രാജ്യത്ത് ഉയർത്തുന്നത്. അതിനിടയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പിന് നൽകിയ സർക്കുലറിൽ ഒരു കുറിപ്പിൽ കൃത്യമായി വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും പാടിയിരിക്കണം സ്വാതന്ത്ര്യാഘോഷങ്ങൾ എന്ന ഒരു സർക്കുലർ പുറത്തു വന്നു. ഇതാണ് വിവാദമായത്. അന്ന് ആദ്യം പ്രതികരിച്ചത് ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ്. ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണത് അത്തരം ഒരു തീരുമാനം വന്നത്. സർക്കാരിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരു വിചിത്ര നിലപാടായിരുന്നു ഷംസുദ്ദീന്റെ ഭാഗത്തുണ്ട്. അത് വീണ്ടും വിമർശനങ്ങൾക്കിടെ ലീഗ് നേതാവ് തന്നെ അത്തരത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഒക്കെ എതിർക്കുന്ന ഈ വിഷയത്തിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് വലിയ ചർച്ചയായി മാറി. തുടർന്ന് ലോക് ഭവൻ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയത് തങ്ങൾ അത്തരം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നുള്ളത്. അതോടുകൂടി സർക്കാർ ഒന്നുകൂടി വെട്ടിലാവുകയായിരുന്നു. ഏതായാലും സർക്കാർ തയ്യാറാക്കിയ, മുഖ്യമന്ത്രിയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ പതാക ഉയർത്തുന്നത്. അവിടെ ഒരു പ്രോട്ടോകോൾ വിഭാഗം GAD തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഒരിടത്തും വന്ദേമാതരം ആലപിക്കണമെന്നില്ല എന്ന് നിർദ്ദേശിച്ചിട്ടില്ല. അതേ പ്രോട്ടോകോളാകും സംസ്ഥാനത്ത് 14 ജില്ലകളിലും മന്ത്രിമാർ പതാക ഉയർത്തുമ്പോൾ പാലിക്കേണ്ടതും. അതിനപ്പുറത്തേക്ക് വന്ദേമാതരം ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. എന്നാൽ പ്രതിപക്ഷം എന്തിനാണ് അങ്ങനെ സർക്കാർ നിലപാടെടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരമൊരു സർക്കുലറുമായി രംഗത്ത് വന്നത്? ആ സർക്കുലർ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്നലെ കണ്ണൂരിൽ വാർത്താസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ്
പിണറായി വിജയൻ അക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ആ സർക്കുലർ പിൻവലിക്കണം, അല്ലെങ്കിൽ RSSന്റെ നിലപാടിനൊപ്പമാണ് സർക്കാർ എന്ന വിമർശനമുണ്ടാകും എന്നൊരു ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സംസ്ഥാന ചീഫ് സെക്രട്ടറി സർക്കുലർ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ, അദ്ദേഹത്തിന് നിർദ്ദേശം സർക്കാർ നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് വന്ദേമാതരം ഒഴിവാക്കിക്കൊണ്ടുള്ള നേരത്തെയൊക്കെ എങ്ങനെയാണോ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് അതേ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഇവിടെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സർക്കാർ അറിയാതെയാണോ വന്നതെന്ന ചോദ്യമാണ് സർക്കാരിനെ ഇപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്. ശരി, വി അരുണാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾക്ക് ശേഷമുള്ള BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തലും തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കലുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. PSC പരീക്ഷാ ക്രമക്കേട്, LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം, വന്ദേമാതര വിവാദം എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും. ഫണ്ട് തട്ടിപ്പിൽ കടുത്ത അമർഷമുള്ള രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ പക്ഷം ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുമോ എന്നത് നിർണായകമാണ്. മുതലപ്പുഴയിലും നീണ്ടകരയിലും കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായി ഇന്നും തെരച്ചിൽ തുടരും. 11ാം ദിവസമാണ് 3 പേരെയും കണ്ടെത്താനായി തിരച്ചിൽ നടത്തുന്നത്. നാവികസേനയുടെ INS കൽപ്പേനി നീണ്ടകരയിലും വിഴിഞ്ഞത്തും തെരച്ചിൽ നടത്തും. അഭിലാഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. മുതലപ്പുഴയിലും നീണ്ടകരയിലും ഒക്കെ കാണാതായിട്ടുള്ള 3 മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ 11ാം ദിവസത്തിലേക്കാണ് മുതലപ്പുഴയിലെ തെരച്ചിൽ നടക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തെരച്ചിൽ ഇന്ന് 11ാം ദിവസം ആണ് തുടരുന്നത്. അതിൽ തന്നെ വളരെ ഈ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ, കടലിന്റെ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ തിരച്ചിൽ ഈ സമുദ്ര തീരങ്ങളിൽ നടക്കുന്നത്. ഡ്രോണിയർ വിമാനങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഹെലികോപ്റ്ററും മറൈൻ ബോട്ട്, സ്കൂബ ഡ്രൈവിംഗ് തുടങ്ങി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമുദ്രത്തിൽ തിരച്ചിൽ നടത്തുന്നത്. നാവികസേനയുടെ ഒരു ബോട്ടും ഈ തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് നേവിയുടെ സ്കൂബ ടീം തിരച്ചിലിറങ്ങുന്നത്. കടലിന്റെ പ്രവാഹം ഈ മുതലപ്പുഴയിൽ നിന്ന് തെക്ക് ഭാഗത്തേക്കാണ് എന്ന് ഉള്ളതിനാൽ ഈ തമിഴ്നാടിന്റെ വിവിധ മേഖലകളിലും വിവിധ സമുദ്ര അതിർത്തികളിലും തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. അടിയന്തര പ്രശ്ന പരിഹാരമാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ തിരച്ചിലിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ശരി, അഭിലാഷാണ് മുതലപ്പുഴയിൽ നിന്നുമുള്ള വാർത്തകൾ നമുക്ക് നൽകിയത്. നീണ്ടകരയിൽ കാണാതായ ഗൗതമനായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കടലിൽ ഇറങ്ങി പരിശോധന നടത്തും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി വിനീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനീഷ്, നീണ്ടകരയിൽ കാണാതായ ഗൗതമനായി തെരച്ചിൽ തുടരുകയാണ്. 11ാം ദിവസമാണ് തെരച്ചിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 11ാം ദിവസവും തുടരുന്നു എന്നുള്ളതാണ്. കോസ്റ്റ് പോലീസ്, മറൈൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. നേവിയുടെ INS കൽപ്പേനി ഈ തീരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. തെരച്ചിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി കപ്പൽ തിരികെ പോയിരുന്നു. ഇപ്പോൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ 8 മണിക്ക് ശേഷമാകും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കടലിലിറങ്ങി ആഴത്തിലുള്ള ഒരു പരിശോധനയാണ് നടത്തുക. കഴിഞ്ഞ ദിവസം വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകൾ ഈ കടലിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ ആണ്, കടലിലെ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തെരച്ചിൽ ഈ പ്രവർത്തനങ്ങളെയെല്ലാം കാര്യമായി ബാധിക്കുന്നുണ്ട്. വലിയൊരു വെല്ലുവിളി തന്നെയാണ് അത്. ഇതിന്റെ ഈ ഗൗതം കൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിക്കാനായി മന്ത്രി രമേശ് ചെന്നിത്തലയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പുത്തൻതുറയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് അവർ മടങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന്
പുത്തൻതുറയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള വിവിധ സേനകളും ചേർന്നുള്ള തെരച്ചിലുകൾ ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. ഗൗതം കൃഷ്ണയ്ക്കുള്ള പ്രതീക്ഷയോടെയുള്ള തെരച്ചിലാണ് പുത്തൻതുറയിൽ ഇന്ന് നടക്കുന്നത്. ശരി, ഏറെ പ്രതീക്ഷയോടെയാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ ഇപ്പോഴും അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ശുഭമായൊരു വാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിനീഷാണ് നമ്മളുമായി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടായിരിക്കുകയാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ്. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും മറ്റു പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ലെന്നും ആലപ്പുഴ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട് ജില്ലയിൽ 13 വരെ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉത്തരവിട്ടു. അതേസമയം ക്വാറി പ്രവർത്തനങ്ങൾക്കും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരും. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 51, 55 വകുപ്പുകൾ പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി BJP പ്രവർത്തകർ. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ദുരിതബാധിതർക്കായി ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും സമാഹരിച്ച് 9 ലോഡ് ഭക്ഷ്യസാധനങ്ങളാണ് പത്തനംതിട്ടയിൽ എത്തിച്ചത്. ക്യാമ്പുകളിലും വീടുകളിലും കഴിയുന്നവർക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിറ്റുകളും സഹായവും എത്തിച്ചു നൽകും. തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിൽ കടകമ്പോളങ്ങളിൽ വീടുകളിൽ കയറിയിറക്കി സംഭരിച്ചതാണ്. സ്ഥാപനങ്ങൾ സഹകരിച്ചവരുണ്ട്, വ്യക്തിപരമായി സഹകരിച്ചവരുണ്ട്. അവരുടെ എല്ലാം ഇടയ്ക്ക് പ്രവർത്തകർ കിടന്നിറങ്ങി ചെയ്യുന്ന ലോറി ലോഡ് ചെയ്ത് അവരവിടെ നിന്ന് കൊടുക്കുന്നു. ഇത് ഇവിടുത്തെ ഓരോ മണ്ഡലങ്ങളിൽ ഉള്ള പ്രസിഡന്റുമാരെ ഏൽപ്പിക്കുന്നു. അവർ ക്യാമ്പുകളിൽ കൊണ്ട് കൊടുക്കുന്നു. അത് ദുരിതമനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും ദുരിതമനുഭവിക്കുന്നവരുടെ വീടുകളിൽ അവരുടെ വീടുകൾ വൃത്തിയാക്കി എല്ലാ സേവന പ്രവർത്തനങ്ങളും ചെയ്യാം. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതിയായതിനു പിന്നാലെ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെതിരെ പാർട്ടിക്കുള്ളിലും പടയൊരുക്കം. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്ന കേസിൽ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സർക്കാർ അനുമതി നൽകിയതോടെയാണ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമായിരിക്കുന്നത്. അഴിമതി കേസിൽ CBI വിചാരണ നേരിടേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ R ചന്ദ്രശേഖരൻ INTUC സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അടിയന്തരമായി രാജിവെക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം INTUC സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് സംഘടനാ തലത്തിൽ നടപടി ഉറപ്പാക്കാനുള്ള നീക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വം സജീവമാക്കിയിരിക്കുകയാണെന്നും സൂചനകൾ പുറത്തുവരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കെ വിദേശത്ത് നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI സർക്കാരിന്റെ അനുവാദം തേടിയത്. സർക്കാർ ആ പ്രോസിക്യൂഷന് ശുപാർശ നൽകിയതോടെയാണ് വിചാരണ നടപടികളിലേക്ക് CBI കടക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെയാണ് രാഷ്ട്രീയമായി ചന്ദ്രശേഖരനെതിരെ ഇതൊരു വലിയ നീക്കമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി, ആയുധമായി ഉപയോഗിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമീപിച്ച് R ചന്ദ്രശേഖരൻ ഉൾപ്പെട്ട കമ്മിറ്റിയെ പൂർണ്ണമായി മാറ്റണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഭാഗം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് അഴിമതിക്കെതിരായ ശക്തമായ ഒരു സന്ദേശം കൂടിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും ഈ എതിർ വിഭാഗം ആരോപണങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഈ പ്രശ്നം ഇത്തരം ഗൗരവമായ തരത്തിലേക്ക് മാറുകയും പ്രതിപക്ഷ കക്ഷികൾ അതിനെ രാഷ്ട്രീയമായി കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി INTUCയുടെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുന്നതിനുമുള്ള ചർച്ചകളാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയതിലൂടെ തൻ്റെ ഭാഗം നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന നിലപാടിലാണ് R ചന്ദ്രശേഖരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും. അതേസമയം ആരോപണങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്
സത്യമല്ല എന്ന് തെളിയിക്കാനുള്ള സാവകാശം അദ്ദേഹത്തിന് നൽകണമെന്നും അതുവരെ മാറി നിന്നാൽ മതി എന്നും ഒരു നിലപാട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ സ്വീകരിച്ചിട്ടുണ്ട്. അവർ അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയുടെ തലപ്പത്ത് തുടർന്നാൽ അത് നൽകുന്ന സന്ദേശം തെറ്റായിരിക്കും എന്ന ഒരു ബോധ്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് INTUC സംസ്ഥാന കമ്മിറ്റിയിൽ അടിയന്തരമായ ഒരു പുനഃസംഘടനയ്ക്ക് നിലവിൽ കളമൊരുങ്ങുന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സമരം ശക്തമാകുന്നു. നിയമനം വൈകിപ്പിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ഇന്ന് ചിതയൊരുക്കി സമരത്തിനാണ് തീരുമാനം. പുല്ല് തിന്നും മുട്ടിലിഴഞ്ഞും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. സമരസമിതി നേതാവ് വളർമതിയുടെ നിരാഹാര സമരവും തുടരുകയാണ്. പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ട്രംപുമായി പൂർണ്ണമായി തെറ്റി നെതന്യാഹു. ട്രംപിന്റെ ഗസ സമാധാന പദ്ധതി അംഗീകരിക്കില്ലെന്ന് നെതന്യാഹു പരസ്യ നിലപാടെടുത്തു. ഇതോടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഇരു രാജ്യങ്ങളും വേർപിരിയുമെന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അതേസമയം ഹോർമൂസിൽ സമാന്തര പാത തുറക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തു. വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ ലൈവ് ഡെസ്കിൽ നിന്നും വിനോദാണ് നമ്മളുമായി ചേരുന്നത്. വിനോദ്, ഇപ്പോൾ ഇതാ ട്രംപും നെതന്യാഹുവും പൂർണ്ണമായി തെറ്റി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഷെറ, ആദ്യമായാണ് ഇങ്ങനെ ട്രംപിനെതിരെ ഒരു പരസ്യ നിലപാടുമായി നെതന്യാഹു എത്തുന്നത്. നേരത്തെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിപൂർണമായി ട്രംപുമായി ഇടയുകയാണ് നെതന്യാഹു. ക്യാബിനറ്റിൽ തന്നെ ഇക്കാര്യം നെതന്യാഹു വ്യക്തമാക്കി. അവരുടെ മന്ത്രിസഭാ യോഗത്തിലാണ് നെതന്യാഹു ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി ട്രംപിൻ്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞത്. അതായത് ട്രംപ് നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി 15 പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഹമാസിൻ്റെ നിരായുധീകരണവും അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ സേനാ പിന്മാറ്റവും, ഇത് രണ്ടും സമാന്തരമായി നടക്കണം, ഒരേ സമയം നടക്കണം എന്നതായിരുന്നു ട്രംപിൻ്റെ നിർദ്ദേശം. എന്നാൽ ഇത് പരിപൂർണമായി തള്ളിയിരിക്കുകയാണ് നെതന്യാഹു. അങ്ങനെ ഒരു പിന്മാറ്റം സാധ്യമല്ല. മാത്രമല്ല, ഇപ്പോൾ പലസ്തീനിൽ ഉൾപ്പെടെ നടത്തുന്ന ആക്രമണങ്ങൾ കടുപ്പിക്കാനാണ് നെതന്യാഹു തീരുമാനിച്ചിട്ടുള്ളത്. ഗസയിലെ ഈ കൂട്ടക്കൊല അത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ എതിർപ്പുകളുണ്ട്. അങ്ങനെ ലോകമൊന്നാകെ തന്നെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഒരു നിലയിലേക്ക് നെതന്യാഹു മാറുന്നു. അവിടെയാണ് അത് ട്രംപിന് ക്ഷീണമാകുന്നത്. 15 ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നെതന്യാഹു പരസ്യമായി പറയുമ്പോൾ അത് ട്രംപിന് ഏൽക്കുന്ന വലിയൊരു അടിയാണ്, മുഖത്തേൽക്കുന്ന അടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അമേരിക്ക ഇനി എന്ത് നിലപാടെടുക്കും എന്നത് വളരെ നിർണായകമായ കാര്യമാണ്. മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു യുദ്ധം എന്നത്, അതിലേക്ക് അമേരിക്ക ചെന്ന് വീഴുകയായിരുന്നു, നിർബന്ധിതരാകുകയായിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അമേരിക്കയിൽ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ യുദ്ധം ഉണ്ടായിരുന്ന കാര്യമല്ല എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടിയാണ് എന്ന കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി അമേരിക്ക നിലകൊണ്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നെതന്യാഹു എത്തുന്നത്. ഇത് ആദ്യമല്ല ഇരുവരും ഇങ്ങനെ തെറ്റുന്നത്, പക്ഷേ പരസ്യമായി രംഗത്ത് വരുന്നത് ആദ്യമാണ്. നേരത്തെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമാധാന കരാർ ഒപ്പിട്ടപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. മാത്രമല്ല, ലെബനനിലേക്ക് ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ സമാധാന കരാർ വന്നതിന് ശേഷവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കപ്പലാക്രമിക്കുന്ന നിലയുണ്ടായത്. അങ്ങനെ ഇസ്രായേൽ പല കുറി ട്രംപുമായി ഉരസുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ പരിപൂർണമായി രണ്ടുപേരും രണ്ട് വഴിക്ക് നീങ്ങുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒരു ചർച്ച ഗസയിലെ സമാധാനവുമായി ബന്ധപ്പെട്ട് നിക്കോളായ് മാൽഡനോവ്, അത് അമേരിക്കയുടെ പ്രതിനിധിയാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഹമാസ് ചർച്ച നടത്തുന്നുണ്ട്. നിരായുധീകരണം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വലിയ ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറാമെന്ന ധാരണയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ തെറ്റി നിൽക്കുന്നു. അത് ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള തീവ്ര നിലപാടുകാർ അത് യുദ്ധം അവസാനിപ്പിക്കരുതെന്ന ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനം സ്വീകരിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ നെതന്യാഹു നിർബന്ധിതനാകുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു തിരിച്ചറിവുണ്ട്. വിനോദാണ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഇനിയും ഒരുപാട് വാർത്തകൾ
അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും. FCRA ഭേദഗതി ബില്ല് വരികയാണെങ്കിൽ അമിത്ഷാ സഭയിലെത്തുമെന്നാണ് സൂചന. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്നതിൽ ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാക്കും. ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി നന്ദനയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, അമിത്ഷാ ഇന്ന് എത്താൻ സാധ്യതയുണ്ടോ? ഇനി എത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? പാർലമെന്റ് സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിലെത്തി CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് നടപടികളിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ ഒരു മറുപടി അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പോസ്റ്റർ ഉയർത്തിയും ബാനറുകൾ ഉയർത്തിയും ബഹളം വെച്ചുമൊക്കെ അവർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രതിഷേധത്തോടൊപ്പം FCRA ഭേദഗതി ബില്ല് സഭയിൽ ഇന്ന് എത്തുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് സഭയിൽ എത്താനും അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം തരാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി വ്യക്തത വരുത്തണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രതിപക്ഷവും തയ്യാറാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമിത്ഷാ സഭയിലെത്തി മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ഇവിടെ നിൽക്കില്ല എന്നുള്ള ഒരു താക്കീത് കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതേസമയം FCRA ബില്ലിലെ പ്രധാന വ്യവസ്ഥ വിദേശ സംഭാവന സ്വീകരിക്കുന്ന NGOകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ എന്നിവ ലൈസൻസ് റദ്ദാക്കുകയോ അവയുടെ ആസ്തികളും ഫണ്ടും കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നുള്ളതാണ്. ഈ ഒരു FCRA ബില്ലിൽ ആശങ്ക അറിയിച്ച് ഒരുപാട് ന്യൂനപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. FCRA ഭേദഗതി ബിൽ 12-ന് കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം മന്ത്രിയെ സന്ദർശിച്ച മിസോറാം മുഖ്യമന്ത്രി ലാലു ദുഹോമ പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല നിലപാടിലാണ് ബില്ലിൽ ആശങ്ക അറിയിച്ച് മന്ത്രിയെ കണ്ട ന്യൂനപക്ഷ സംഘടനകളുടെ സംയുക്ത ഫോറം. ഇതിൽ എന്ത് നിലപാട് പാർലമെന്റിൽ ഇന്ന് സ്വീകരിക്കും, ആഭ്യന്തരമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഈ FCRA ബില്ല് ഇന്ന് സഭയുടെ പരിഗണനയിൽ വരികയാണ് എങ്കിൽ അമിത്ഷാ സഭയിൽ എത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ഈ പറഞ്ഞ പോലെ CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ എന്ത് വിശദീകരണം അമിത്ഷാ തരുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതിൽ പ്രതികരിക്കുമോ എന്നുള്ളതും ഒരു ഉറ്റുനോക്കേണ്ട വിഷയം തന്നെയാണ്. അതേസമയം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള നിർണായക ബില്ലും ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. വികസനവും ക്രമീകരണവും ഭേദഗതി ബിൽ, ട്രിബ്യൂണലുകളുടെ പരിഷ്കരണം സംബന്ധിച്ച ബിൽ, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭയിൽ പരിഗണനയിൽ ഇരിക്കുന്ന മറ്റു ബില്ലുകൾ. ഓഗസ്റ്റ് 12 വരെ എല്ലാ MP-മാരും സഭയിൽ നിർബന്ധമായും ഹാജരാവണമെന്നാണ് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പട്ടികയിലുള്ള 4 ബില്ലുകളിൽ കേരളത്തിന്റെ പേരുമാറ്റൽ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും അവതരിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ്. ഇതിനു വേണ്ടിയെങ്കിലും അദ്ദേഹം സഭയിൽ നിന്ന് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ സഹമന്ത്രിമാർ ആരെങ്കിലും ആ ബില്ലുകൾ അവതരിപ്പിക്കുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇന്ന് സഭ ഉറ്റുനോക്കുന്നത് അമിത്ഷാ വരുമോ ഇല്ലയോ, അതോ ഈ കാര്യങ്ങളിൽ മറുപടി പറയുമോ, ഒരു വിശദീകരണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ നൽകുമോ എന്നൊക്കെ ഉള്ളതാണ്. കുറച്ച് സമയത്തിനകം തന്നെ നമുക്ക് സഭ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അമിത്ഷാ പാർലമെന്റിൽ എത്തുമോ, വിശദീകരണം നൽകുമോ എന്നതൊക്കെ. അല്ല എന്നുണ്ടെങ്കിൽ സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതെ, എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദനയാണ് നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അച്ഛൻ പിടിയിൽ. സുനാമി ഉന്നതിയിൽ താമസിക്കുന്ന പോത്തേഴത്ത് ഷിലിയെയാണ് പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 15 വയസ്സുകാരിയായ മകൾ അമ്മയെയാണ് ഷിലി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ അമ്മയ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് അതിർത്തിയായ പാലക്കാട് അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. തമിഴ്നാട് നീലഗിരി സ്വദേശികളായ രാജ് കണ്ണൻ,
TD ബോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. കാർ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷമുണ്ടായ എറണാകുളം പിറമാടം പള്ളിയിൽ സമവായ ശ്രമം തുടങ്ങി. നിലവിൽ പള്ളിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന വൈദികരുമായി ചർച്ച നടത്തി സമാധാനം പുനഃസ്ഥാപിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഉൾപ്പെടെ നൽകിയ വിവിധ അപ്പീലുകളിൽ ആണ് ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, ഈ ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷം മാധ്യമങ്ങളിലൊക്കെ ഇതിന്റെ വിഷ്വൽസ് ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്? ഒരു നൂറ്റാണ്ടിലേറെ നിൽക്കുന്ന സഭാ തർക്കത്തിനാണ്, ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിനാണ് സമവായ നീക്കവുമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമവായ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നും കഴിഞ്ഞ ദിവസവും ഈ പള്ളിയിൽ വികാരികൾ തമ്മിൽ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. തർക്കം അത് വിശ്വാസികളെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം. എന്തായാലും ഇന്ന് വീണ്ടും ഈ കേസ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഈ പ്രശ്നം മധ്യസ്ഥതയോടെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇരു വിഭാഗങ്ങളോടും ചർച്ച ചെയ്ത ശേഷം സമവായത്തിലൂടെ ചർച്ച പരിഹരിക്കാനാണ് നീക്കം. എന്നാലും മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ഇരു വിഭാഗങ്ങളെ നേരിട്ട് കണ്ട് ചർച്ചയിലൂടെ സമവായത്തിലൂടെ ഈ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കത്തിനാണ് സർക്കാരിൻ്റെ നീക്കമെന്നാണ് സത്യവാങ്മൂലത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. അങ്ങനെയാണ്. എന്തായാലും പള്ളിത്തർക്കം ഈ ഒരു നൂറ്റാണ്ടിലേറെയായി തുടരുന്ന പള്ളിത്തർക്കം പരിഹരിക്കുക എന്നുള്ള നീക്കം തന്നെയാണ് സഭാ നേതൃത്വങ്ങളുമായി ഈ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതുതന്നെയാണ് എന്നാണ് സർക്കാർ നിലപാട്. അതുമാത്രമല്ല, വിശ്വാസികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം അത് നേരത്തെയും ഇത്തരം തർക്കത്തിൽ ഏറ്റവും അധികം വൈകാരികമായി പ്രതികരിച്ചതും വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഇതിനെ അങ്ങേയറ്റം വൈകാരികമായി കാണേണ്ട സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പള്ളികളുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കം ഈ പല ഘട്ടത്തിലാണ് സംഘർഷത്തിനും മറ്റ് തരത്തിലുള്ള വാക്കേറ്റത്തിനുമൊക്കെ വഴിവെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്ന തർക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ അടിയന്തരമായി ഇടപെടാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. പള്ളിയിൽ ചർച്ചകൾ ഈ പ്രശ്നങ്ങൾ എന്തായാലും ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളികൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസിൽ 16 പ്രതികളും ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകണം. കേസ് നിർണായക ഘട്ടത്തിലാണ്. ഇന്ന് പുതുക്കിയ കുറ്റങ്ങൾ പ്രതികൾക്ക് വായിച്ചു കേൾപ്പിച്ച ശേഷം തുടർ വിചാരണ നടപടികൾ ആവശ്യപ്പെടും. കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് 16 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരാവുന്നത്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആജ്ഞ, ഇതിന് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികളുടെ ഭാഗമായി ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 16 പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഡീഷണലായി IPC 323, അതായത് സിമ്പിൾ ഹേർട്ട് എന്നുള്ള വകുപ്പ് കൂടി, അതായത് ആക്രമണത്തിനിടെ ഏൽക്കപ്പെട്ട വാദിഭാഗത്തിന് പരിക്കേൽക്കപ്പെട്ട വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതായത് പുതുതായി ഒരു വകുപ്പ് ചേർക്കുമ്പോൾ, ഈ കുറ്റപത്രത്തിൽ ഇത് ചേർക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് അത് വായിച്ച് കേൾപ്പിക്കേണ്ട, അതായത് വായിച്ച് കേൾപ്പിക്കാൻ പ്രതികളെല്ലാവരും കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. പലതവണയായി, അതായത് വിചാരണ നടപടികൾ വൈകിക്കാൻ വേണ്ടിയാണ് പ്രതികൾ പലതവണയായി കോടതിയിൽ ഹാജരാകാതിരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് കോടതി അങ്ങേയറ്റം വിമർശനാത്മകമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. കടുത്ത
വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടായത്. അന്ന് കോടതി കർശനമായി പറഞ്ഞിരുന്നു, ഇന്ന് അതായത് തിങ്കളാഴ്ച 16 പ്രതികളും കോടതിയിൽ ഹാജരാക്കണം. ഈ പുതുക്കിയ വകുപ്പ് കൂടി വായിച്ച ശേഷമായിരിക്കും മറ്റു നടപടികൾ, സാക്ഷി വിസ്താരം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. 4 മാസത്തിനുള്ളിൽ ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു. അതിനു മുൻപ് ഹൈക്കോടതി 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അത്തരം നടപടിക്രമങ്ങളിലേക്ക് അടിയന്തരമായി കടക്കാൻ വിചാരണ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഈ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയിരിക്കുന്ന ഹർജിയിന്മേലാണ്, അതായത് 8 വർഷത്തോളമായി 2018 ജൂലൈ 2-നാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. അത്രയും കാലഘട്ടം എടുത്ത ശേഷവും ഈ 6 വർഷത്തിന് ശേഷമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നേരത്തെ വെച്ചത്. പക്ഷേ പിന്നെയും നീണ്ടുപോയി. അപ്പോൾ 4 മാസത്തിനുള്ളിൽ ഈ വിചാരണ നടപടികൾ ആജ്ഞ രവീന്ദ്രനാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. 8 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകമാണ്. കേസ് ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ബാലരാമപുരം ഐത്തിയൂർ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയ തിരുനാളിന് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് ചടങ്ങ് വികാരി ഫാദർ അഖിൽ പീറ്റർ നിർവഹിച്ചു. തുടർന്ന് നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിലും മറ്റ് തിരുനാൾ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും ഇടവക അംഗങ്ങളും വിശ്വാസികളും പങ്കെടുത്തു. വിവിധ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക പരിപാടികളോടെയാണ് ഇത്തവണത്തെ തിരുനാൾ സംഘടിപ്പിക്കുന്നത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക ജനറൽ മീറ്റിംഗ് കൊച്ചിയിൽ നടന്നു. വില്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങ് BLM സൊസൈറ്റി ചെയർമാൻ R. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. BLM പ്രസിഡന്റ് കരുണാമൂർത്തി അധ്യക്ഷത വഹിച്ചു. BLM ഡയറക്ടർ, ബോർഡ് അംഗങ്ങളും മാനേജർമാരും ജീവനക്കാരും പങ്കെടുത്തു. യോഗത്തിന് മുന്നോടിയായി വിവിധ കലാപരിപാടികളും BLM സൊസൈറ്റിയുടെ 21 വർഷത്തെ പ്രവർത്തന ചരിത്രം ഉൾക്കൊള്ളുന്ന വീഡിയോ പ്രദർശനവും നടന്നു. വിദ്യാഭ്യാസ, ആരോഗ്യ പദ്ധതികളുമായി മുൻപോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലാണ് പ്രാധാന്യം നൽകുന്നതെന്നും BLM ചെയർമാൻ R. പ്രേംകുമാർ പറഞ്ഞു. BLMന്റെ AGM ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് 21-ാം വർഷം 22-ാം വർഷത്തേക്ക് അടിയെടുത്ത് വയ്ക്കുന്ന ഈ വേളയിൽ ഏറ്റവും കൂടുതൽ 3 സ്റ്റേറ്റിൽ നല്ല മികച്ച മെമ്പേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക്, പദ്ധതികൾക്ക് ദിവസം കുറിക്കുന്ന ഇന്നത്തെ ദിവസം പുതിയതായിട്ട് നമുക്ക് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് സ്കൂള് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി കൂടി ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നു. അതേപോലെ ആരോഗ്യ മേഖലയിൽ എല്ലായിടത്തും നമുക്ക് ഹോസ്പിറ്റലും അതിനുള്ള സൗകര്യങ്ങളും നല്ല മെമ്പേഴ്സിന് വേണ്ടിയും കേരളത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയുമുള്ള ഒരു പുറപ്പാടിൽ കൂടി ഇന്ന് BLM ആദ്യത്തെ ചുവടുവയ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കാം. ഇന്നലെ വിവാഹിതരായ തൃശൂർ സ്വദേശികളായ ബിജിലിനും അനുവിനും ആശംസകൾ അറിയിക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. 10 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത്. ന്യൂസ് 18 കേരളം ക്യാമറ പേഴ്സൺ ധനീഷിന്റെ കസിനാണ് ബിജിൽ. എറണാകുളം വൈറ്റില സ്വദേശി ജെയിൻ ജോസഫിന്റെ 39-ാം ജന്മദിനമാണെന്ന് ആശംസകൾ നേരുന്നത് വൈഫ് സ്നെഫിയും കുടുംബാംഗങ്ങളും. ഗുജറാത്തിൽ താമസിക്കുന്ന സുധയുടെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നും മകൾ ശ്രുതിയും ലച്ചുവും ചേർന്ന്. തിരുവനന്തപുരം കവലിയൂർ സ്വദേശികളായ അഖിൽ, സ്വാതി ദമ്പതികളുടെ മകൾ ശിവാനിയുടെ പിറന്നാൾ ദിനമാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് വേണു, സുധ, ശ്രുതി, ലച്ചു തുടങ്ങിയവർ. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെയും രാവിലെ കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. അച്ചായൻസ് ഗേൾ പ്രസൻസ് ന്യൂസി മോർണിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്.